അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പാർട്ടി പ്രിപ്പറേഷനല്ലേ കാണിച്ചത്. അപ്പോൾ ഇന്ന് പാർട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മുടെ താഴെ തന്നെ തൊട്ടപ്പുറം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോക്കാണ്. കാര്യമായിട്ടൊന്നുമില്ല, ഈ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില, പുതിനയില, അങ്ങനത്തെ എന്താ പറയുക കസിൻ്റെ ലീഫ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ലേ, അത് രാവിലെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അന്നത്തെ എന്താ പറയുക കഴിഞ്ഞ ഷോപ്പിങ്ങിൽ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ കഴിഞ്ഞ പ്രിപ്പറേഷൻ വ്ളോഗ് കാണാത്തവരാണെങ്കിൽ കണ്ടോക്കട്ടോ. ഞാൻ അതിൽ പകുതി പുഡിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി. 2 പുഡിങ്ങാണ് അതിലുണ്ടാക്കിയിട്ടുണ്ടായിനി. ഷോപ്പിങ്ങും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ മാക്സി ആ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി ആ ബ്ലാക്ക് മാക്സി ഇഷ്ടമായിട്ടുണ്ടായിനി. അത് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിട്ടില്ല. 10 ദിർഹംസേ ഉള്ളൂ. പക്ഷേ നമുക്ക് ലാഭം തന്നെയാണ്. പക്ഷേ കുറേ നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല. ഞാൻ ബാക്കി പറയാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ മട്ടനും ചിക്കനും ബീഫും എല്ലാം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കന് ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മട്ടൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. 3 കിലോ ബിരിയാണി റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ല, എന്നാലും അത്യാവശ്യം വേണം. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആവണം. അവർ വാങ്ങാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി, വാങ്ങാൻ ഒരാളാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും വേണം. അപ്പം സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കലാണ്. പിന്നെ ഞാൻ മാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ വ്ളോഗിൽ ആ ഒരു ബ്ലാക്ക് കഫ്താനി ടൈപ്പും മാക്സി കണ്ടുതരാം. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി അത് വേണമെന്ന്. പക്ഷേ ഇല്ല, അത് നമുക്കിങ്ങനെ ഞാനിപ്പോൾ നേരിട്ട് അത് തൊട്ട് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവില്ലേ. അപ്പം ഞാനത് നിങ്ങൾക്ക് തരുമ്പം അത് ക്വാളിറ്റി ഇല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആയിരിക്കും എന്നെ പറയുന്നുണ്ടാവുക. അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തിട്ടൊന്നുമില്ല. അവിടുന്ന് മാക്സി എടുത്തിട്ടില്ല. പിന്നെ അടിപൊളി മാക്സികൾ ഞാൻ എടുത്തിട്ടുണ്ട്. മാഷാല്ലാ, അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 2 വർഷം യൂസ് ചെയ്താലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത്രയും അടിപൊളി മാക്സി കളക്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. 50 പീസേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാര്യം എല്ലാവർക്കും വേണമെന്ന് ഉണ്ടെങ്കിലല്ലേ കൂടുതൽ എടുക്കണ്ടേ. അപ്പം 50 മാക്സി ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളേജിൽ നിന്ന് 50 പേർക്ക് ആ മാക്സി കിട്ടും. പിന്നെ നിങ്ങൾക്ക് മാക്സി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് മാർക്കറ്റിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിന് കേട്ടോ. പല റേറ്റിൽ മാക്സി ഉണ്ട്, പല ക്വാളിറ്റിയിൽ മാക്സി ഉണ്ട്. ഇപ്പം എന്താ പറയുക, പണ്ടെല്ലാം ഇങ്ങനെ നമ്മുടെ ചെറുതിലെല്ലാം തന്നെ മാക്സി അങ്ങനത്തെ ഫുൾ സ്ലീവ് മാക്സി കൊണ്ടുവരുത്തുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് മാക്സി ഏത് ടൈപ്പിലാന്ന് കീറിപ്പോകുന്നെല്ലാം. പണ്ടെല്ലാം കൊണ്ടുവരുന്ന മാക്സിയിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പം 2 സൈഡ് ഭാഗമെല്ലാം നനയൂലേ. അല്ലാന്നുണ്ടെങ്കിൽ ബേസിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗം മാത്രം നനയൂലേ. അപ്പം ഡെയിലി അങ്ങനെ നനയുമ്പം ആ മാക്സി കീറിപ്പോകുന്ന ടൈപ്പ് മാക്സിയിലുണ്ട്. അത് മാക്സി യൂസ് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. പെട്ടെന്ന് തന്നെ ഇങ്ങനെ കീറിപ്പോകുന്ന മാക്സികൾ അതെല്ലാം ഉണ്ട് കേട്ടോ. അതിനെല്ലാം ഇവിടെ 17 ദിർഹംസാന്നുള്ളത്. അതിപ്പോഴും വാങ്ങുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് മനസ്സിലാവാം. ആദ്യം ഞാൻ 3 കിലോ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഉള്ളി ഞാൻ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്ലൈസ് ചെയ്തെടുക്കുന്ന ബ്ലേഡ് കാണുന്നില്ല. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ ഇല്ലേ ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. പകുതി ഉള്ളി ഫ്രൈ ആക്കാനും പകുതി ഉള്ളി വഴറ്റാനും. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം എന്താ പറയുക ചതച്ചെടുത്തിട്ടെല്ലാം റെഡിയാക്കി എടുക്കലാണ്. 10-15-20ഓളം പച്ചമുളകും വേണം കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ 15 മതി.
ആദ്യം മസാല റെഡിയാക്കലാണ്. അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഒലിവ് ഓയിൽ എടുക്കണ്ട. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ ഞാൻ കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം, 2-2.5 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പം ഗീയും വെളിച്ചെണ്ണയും മിക്സ് ആക്കിയിട്ട് നമ്മൾ മട്ടൻ ബിരിയാണിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മസാല റെഡിയാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതൊരു 4-5 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം കുക്കായിട്ട് വരണം കേട്ടോ. എന്നിട്ട് മാത്രമേ ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എന്താ പറയുക ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഞാൻ അളവ് നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറണം. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കുക്കറിലേക്ക്, പക്ഷേ ടേസ്റ്റ് മാറ്റം വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15-18ഓളം പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ, കുറച്ച് അധികമില്ലേ. അപ്പം പച്ചമുളകും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കലാണ്. ഇതെല്ലാം വഴഞ്ഞ് വരുന്ന ടൈം ബാക്കിയുള്ള പണികളെടുത്താൽ മതി കേട്ടോ. ഇവിടെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ച് പ്രയാസമായിട്ട് തോന്നുക. ഇനിയിപ്പോൾ ഇതാ കുറച്ചധികം വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ്. ഉള്ളി ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുക്കായിട്ട് വന്നേരം ഞാനിതിലേക്ക് 3 വലിയ തക്കാളി കട്ടാക്കിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ഉള്ളി ചേർത്താലും ബിരിയാണിയിൽ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം എന്താ പറയുക, കളറേ ചേഞ്ച് ആവും. ഞാൻ എപ്പോഴും പറയുന്നതാണ്. പിന്നെ ഞാൻ മട്ടൻ ബിരിയാണിയൊന്നും ഇതുവരെ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കലുണ്ട് മട്ടൻ ബിരിയാണീൻ്റെ എല്ലാം റെസിപ്പി, ഈദിൻ്റെ എല്ലാം ടൈം എന്താ പറയുക, ഈദിനെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിക്കെല്ലാം. ഇനിയിപ്പോൾ തക്കാളിയും കൂടി നല്ലോണം കുക്കായിട്ട് വരണം. അതിന് വേണ്ടിക്ക് ഞാൻ അടച്ച് വെക്കലാണ്. എന്നിട്ട് ഉള്ളി ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ മാക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക കുറച്ച് നനയുമ്പം തന്നെ കീറി വരുന്ന ടൈപ്പ് മാക്സി ഉണ്ട്, യൂസ് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. പിന്നെന്താ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ്. പിന്നെന്താ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലിടുമ്പം ഒരലക്ക കഴിഞ്ഞാൽ ചുരുങ്ങിയിട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടാകുന്ന ആ ഒരു ടൈപ്പ് മാക്സി ഉണ്ട്. പിന്നെ പെട്ടെന്ന് കളറും മങ്ങുന്ന മാക്സി ഉണ്ട്. അങ്ങനെ പല ടൈപ്പിൽ മാക്സി ഉണ്ട്. അതിനെല്ലാം പല റേറ്റുമാണ് കേട്ടോ. 15 ദിർഹംസ് ഉണ്ട്, 20-ൻ്റെ ഉണ്ട്, 25-ൻ്റെ ഉണ്ട്, 30-ൻ്റെ ഉണ്ട്, അങ്ങനെ പല റേറ്റുമാണ്. അപ്പം ഞാനിപ്പം എടുത്ത മാക്സിയിൽ നേരിട്ട് മാർക്കറ്റിൽ പോയിട്ട് കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിന്. അപ്പം നേരിട്ട് പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് എടുത്തിട്ടുള്ള മാക്സിയാണ്. അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കുക 2 വർഷം യൂസ് ചെയ്താലും ഒരു 2-1.5 വർഷം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര ക്വാളിറ്റിയാണെന്ന് വിചാരിച്ചിട്ട് കല്ലുമ്മലിട്ട് അടിച്ചിട്ടെല്ലാം കീറിയിട്ട് തന്നെ പറയാൻ പാടില്ല. നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അത് അതുപോലെ അലക്കുന്ന കാര്യത്തിലെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം, എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നവർക്ക് അറിയണ്ടാവും, 2-3 വർഷമായി ഞാൻ ഓരോരോ മാക്സി യൂസ് ചെയ്യുന്നത്. ആ ക്വാളിറ്റിയുള്ള മാക്സി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വേണ്ടവരെന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ തരാം, അഡ്രസ്സും വാട്സപ്പ് നമ്പറും. ഒരാൾ 14 മാക്സി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഈ ഒരു വീഡിയോയിൽ എന്താ പറയുക, വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിന്, വീഡിയോൻ്റെ താഴെ കമൻറ്റാണ് ചെയ്തിട്ടുണ്ടായിന്. വേണ്ടവർ എന്താ പറയുക എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ, മെസ്സേജ് അയക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ തക്കാളി ഉള്ളിയെല്ലാം കുക്കായിട്ട് വന്നേരം 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഫ്രൈ ആയിട്ട് വന്ന ഉള്ളിയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. 2.5 ഉള്ളി ഫ്രൈ ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് മല്ലിയില പുതിനയിലയും പിന്നെന്താ തൈര്, ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കലാണ്. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മട്ടനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് ടൈം ആകുമ്പോൾ തന്നെ മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ 8 വിസിൽ വരെ വേവിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കലാണ്. അതിനായിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 12 എടുത്താൽ മതി. മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വലിയ ജീരകം, ഫെനൽ സീഡില്ലേ അതും കൂടി എടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കോൺഫ്ലോറോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ 2 ടേബിൾ സ്പൂണോളം ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുട്ട ഒന്ന് തിക്കായിട്ട് വരുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, അതിനനുസരിച്ച് വേണം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇത് ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ തന്നെ ഈ ഒരു മുളകും കാര്യങ്ങളെല്ലാം പിടിച്ച് വരും കേട്ടോ, മസാല പിടിച്ച് വരും. ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സും കുറച്ച് ചെറുനാരങ്ങ നീര് അല്ലാന്നുണ്ടെങ്കിൽ വിനെഗർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക.
എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുക്കലാണ്. ഒരു അരമണിക്കൂർ മതി കേട്ടോ. പെട്ടെന്ന് ഇല്ലാന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഫ്രൈ ആക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം വിനെഗർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഉള്ളി ഫ്രൈ ആക്കി വെച്ച ഓയിലിലെ അത് ബിരിയാണി നെയ്ച്ചോറുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഫ്രൈ ആക്കിയ ഓയിലിൽ നെയ്ച്ചോറുണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിതിൽ പ്രത്യേകിച്ച് ഉള്ളി ഫ്രൈ ആക്കുന്നില്ല, അതുകൊണ്ട് ആ ഓരോ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഞാനിൽ ഒരു 12 ഗ്ലാസ് 2.5 കിലോ അരി എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വന്ന അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏലക്ക, പട്ട, കറാമ്പൂ, ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുക്കുക. 2 ബേ ലീഫും ഒരു 10 ഏലക്ക, ഒരു 3-4 കറാമ്പൂ കുറച്ച് മതി കേട്ടോ. ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ മട്ടന് മസാല കുക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് കുക്കായിട്ട് വരുന്ന ടൈമിൽ കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണ്, ഒരു മുറി ചെറുനാരങ്ങ അങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഇതിലെ വെള്ളം മൊത്തത്തിൽ വറ്റി വരണം. ഈ ഒരു മട്ടൻ്റെ മസാല മട്ടൻ കുക്കായിട്ടുണ്ട്, പക്ഷേ ഈ വെള്ളം മൊത്തത്തിൽ വറ്റിയാൽ മാത്രമേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള നെയ്ച്ചോറിലേക്കുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചാൽ മാത്രം അരി ഇട്ട് കൊടുക്കുക. അരിയിൽ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2.5 കിലോ അരി ഞാൻ കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. എന്നിട്ട് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് തിളച്ച് വരുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരു 3 ചെറുനാരങ്ങ തന്നെ ഞാൻ ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ 3 എന്ന് പറയുമ്പോൾ 3 പീസ് 1.5 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ നല്ലോണം തിളച്ച് ഈ ഒരു ബബിൾസ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കുക. ഇതൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാവും. ഇടയിലൊന്നും മിക്സ് ആക്കണ്ട. ഇടയിൽ മിക്സ് ആക്കി കഴിഞ്ഞാലില്ലേ ചോറ് ഒന്ന് പൊട്ടിപ്പോവാനും മുടഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ പാസ്തക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി വേവിച്ചെടുക്കലാണ്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇടയിലൊന്നും മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഒരു ഗ്ലാസ് അരിക്കും 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. ഇതുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറും ഉണ്ടാവും, നമ്മൾ ചെറുനാരങ്ങെല്ലാം പിഴിഞ്ഞതല്ലേ. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ നിന്ന് പകുതി ചോറ് അങ്ങ് കോരി മാറ്റുന്നുണ്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കില്ലേ ഭയങ്കര ഇഷ്ടമൊന്നും കുറേ വലിയ പാത്രത്തിലല്ലോ ബിരിയാണി ഉണ്ടാക്കൽ. ഞാൻ അങ്ങനെ ഓരോരോ വീഡിയോ കാണൂലേ, ഈ വെപ്പാറെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെയെല്ലാം കാണൂലേ, അതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. ഭയങ്കര ഒരു മാഷാഅല്ലാ എന്താ പറയുക, അധികാൾക്കും ബഗടത്തരായിട്ട് തോന്നും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിക്ക് വലിയ ക്വാണ്ടിറ്റിയിലെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ എനിക്കും ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഗീ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട് ചോറ് മാറ്റിയിട്ട്. ഞാനിപ്പം 2 പാത്രത്തിലായിട്ട് മസാലയും ദമ്മ് എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് കൊടുക്കാനുള്ളതാണ്, ഒന്ന് നമുക്കിവിടെ കഴിക്കാനുള്ളതാണ്. അപ്പം 2 പാത്രത്തിലായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറക്റ്റ് റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ മട്ടൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിന് മുകളിലായിട്ടില്ലേ കുറച്ച് മല്ലിയിലും പുതിനയിലും ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പുതിനയിലിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റി വെച്ച റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് എന്താ പറയുക മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാല പൗഡറാണ്. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ മിക്സാക്കി എടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ മാക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മാക്സി മാത്രമല്ല കേട്ടോ, അടിപൊളി കുട്ടികളുടെ കളക്ഷനും എല്ലാം ഉണ്ട്. കുട്ടികളെ കളക്ഷൻസ് എല്ലാം കാണുമ്പം പെൺകുട്ടികളുടെ ഡ്രസ്സെല്ലാം കാണുമ്പോൾ എടുക്കാൻ തോന്നും. പിന്നെ ഞാൻ വിചാരിച്ചു എടുത്തിട്ട് ആർക്കും വേണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവില്ല എന്ന് വിചാരിച്ചു. കാര്യം നമ്മളൊരു ബോക്സ് ആയിട്ടാണ് എടുക്കൽ. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മാക്സി എവിടെ നിന്നാണ് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ഓരോ പീസായിട്ട് കിട്ടൂല. നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് എടുക്കണം. പെൺകുട്ടികളുടെ ഡ്രസ്സ്, പിന്നെ നല്ല നല്ല പാത്രങ്ങൾ, ഞാൻ ചായ ഉണ്ടാക്കുന്ന ആ ഒരു ടിപ്പോട്ടിലെ ഗ്ലാസിൻ്റെ അതെല്ലാം ഉണ്ട്. പക്ഷേ 50 പീസായിട്ട് നമ്മൾ എടുക്കണം. ബെഡ്ഷീറ്റ് അടിപൊളി കളക്ഷൻ, നല്ല ക്വാളിറ്റിയിലതുണ്ട്. പക്ഷേ നിനക്കത് വേണോ ഇല്ലയോ എന്ന് അറിയാണ്ട് മാത്രമേ ഞാൻ അത് വാങ്ങിയിട്ട് വേസ്റ്റ് ആയി പോലെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. മാക്സി ഒരു
50 പീസ് എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിലല്ലേ കൂടുതൽ എടുക്കേണ്ടി എന്ന് വിചാരിച്ചിട്ട്. അപ്പം വേണമെന്നുള്ളവർ എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഒരാൾ 14 മാക്സിലും വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഈ കമൻറ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിന്. കമൻറ്റിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുക, ഇല്ലെങ്കിൽ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം എൻ്റെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ. അതിൽ നിങ്ങൾ അഡ്രസ്സും എത്ര മാക്സിയാണോ വേണ്ടേ അത് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരിട്ട് മാർക്കറ്റിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഓരോ പീസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. ദുബൈയിലുള്ള അടിപൊളി മാക്സികൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ പാസ്തക്കുള്ള വെജീസ് എല്ലാം കട്ടാക്കി എടുക്കലാണ്. എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം തന്നെ എടുത്തോന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും വേണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ 50 പീസ് എടുത്തേ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഇവിടുന്ന് പാനോട് പറഞ്ഞിട്ട് അയപ്പിച്ചോളും. ഞാൻ സെലക്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അങ്ങനെയാണെങ്കിൽ അയച്ചോളും. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിൽ വേസ്റ്റ് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തേ. ഞാനിപ്പോൾ ഇതാ പാസ്തയ്ക്കുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ആ ഒരു ടൈമിൽ മറ്റേ ഒരു ചിക്കൻ ഫ്രൈ ആക്കാൻ പുരട്ടി വെച്ചിട്ടില്ലേ, മസാല പുരട്ടി വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കലാണ്. ഇപ്പോൾ ഞാൻ കുറച്ചധികം ലെഗ് പീസ് തന്നെ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ജീരകവും കറിവേപ്പിലയും കാര്യങ്ങളും ഉള്ളി എല്ലാം അരച്ചിട്ടല്ലേ ചെയ്തേ. പിന്നെ ചെറിയുള്ളി ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ ചെറുനാരങ്ങക്ക് പകരം പുളിയില്ലേ, പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചാലും അടിപൊളിയായിരിക്കും. പാസ്തക്കുള്ള ചിക്കന് ഫ്രൈ ആയിട്ട് വന്നേരില്ലേ, ഞാൻ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും ഒരു 8 വെളുത്തുള്ളി പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സും അതും കൂടി റോസ് സ്മെല്ല് മാറുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 തക്കാളി കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. തക്കാളിയൊന്നും ഭയങ്കരമായിട്ട് കുക്കാണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇതാ എല്ലാ കളറിലുള്ള ക്യാപ്സിക്കും ഞാൻ വലുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടില്ലേ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതൊന്നും കുക്കാണ്ട ആവശ്യമില്ല, ഉടയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒറിഗാനോ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പാക്കറ്റ് പാസ്തയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്കില്ലേ കുറച്ച് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എല്ലാം ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളില്ലേ ക്രീമില്ലേ, ഫ്രഷ് ക്രീമില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫുൾ പാക്കറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലുണ്ടാവില്ലേ, പാല് ഒഴിച്ചു കൊടുത്താലും മതി. പാൽ എത്രയാണോ വേണ്ട, എത്ര ലൂസിലാണോ വേണ്ട അതിനനുസരിച്ച് പാല്, നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പം പാലും ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രഷ് ക്രീമും മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ പാലും കൂടി ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് ഇത് ചെറുതായിട്ട് തിക്കായിട്ട് പാല് ചേർത്ത് കൊടുത്തതില്ലേ കുറച്ചും കൂടി തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണെല്ലാം കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്കില്ലേ ഒറിഗാനോ, റെഡ് ചില്ലി ഫ്ലെക്സ് എല്ലാം ഇട്ട് കൊടുക്കുക ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇതാ പാലും വെള്ളവും കോൺഫ്ലാക്സും കൂടി മിക്സ് ആക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇത് തിക്കായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ പാസ്ത വേവിച്ച പാസ്തയല്ലേ അതും കൂടി ഇട്ട് കൊടുക്കലാണ്. അത് മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്കില്ലേ മൊസറല്ല ചീസില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം. എന്നാലാണ് നല്ല ചീസി ആയിട്ട് ഉണ്ടാവുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പോട്ടിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ഇല്ലേ എനിക്ക് വേറെ ഇവിടെ ആയതുകൊണ്ട് വലിയ വേറെ പാത്രങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം ഓവനിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ചീസി ആയിട്ടില്ല, നമുക്ക് മുകളിൽ ചീസെല്ലാം ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കെല്ലാം കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടല്ലേ, നല്ല ടേസ്റ്റുമാണ്. ഞാനിതാ മൊസറല്ല ചീസും കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സും ഒറിഗാനും പിന്നെ ക്യാപ്സിക്കം എല്ലാം കൂടി ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നതിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും പാസ്ത ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇതുപോലെല്ലാം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാലും ഇല്ലേ എൻ്റെ വീഡിയോസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ എല്ലാം ടിഷ്യൂടെല്ലാം സൈഡെല്ലാം തുടച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ടൈമെല്ലാം ആയിട്ടുണ്ട് കേട്ടോ, സമയമെല്ലാം ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ തന്നെ സെർവ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു പാത്രം ഒന്ന് സൈഡെല്ലാം തുടച്ച് എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ചിക്കനും കൂടി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഫോയിൽ പേപ്പർ വെച്ചിട്ട് എല്ലാം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയ പുഡിങ്ങില്ലേ, അത് കാണാത്തവർ എന്തായാലും കണ്ടോക്കുക. അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കലാണ്. കുറച്ച് എന്താ പറയുക, സ്ട്രോബെറിയും പിസ്തയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ കണ്ടോക്കുക. അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത് അതിൻ്റെ തന്നെ മാംഗോ പുഡിങ്ങാണ്, അതും കൂടി ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെയായാലും അടിപൊളിയാണ്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സി വേണമെന്നുള്ളവർ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. പിന്നെ ഞാൻ നാട്ടിലെത്തിയിട്ട് അത് അയച്ചു തരും കേട്ടോ. വേണ്ടവരെന്തായാലും ഓർഡർ ചെയ്ത് വെക്കുക. എന്നാൽ എനിക്ക് ഇവിടുന്ന് കൂടുതൽ മാക്സി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ടെല്ലാം അവിടുന്ന് അയച്ചു തരുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ആ മാക്സി ഷോപ്പ് ചോദിച്ചവരുണ്ട്. മാക്സി ഷോപ്പ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ കുറച്ചധികം എടുക്കുകയാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഒരു 50 പീസിൽ എടുക്കണം, ഒരു ബോക്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലേ കാര്യമുള്ളൂ. പിന്നെ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഞാൻ അതും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ ഇത് എത്ര മണിക്കൂർ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ഫ്രീസറിൽ വെക്കുമ്പോൾ 1 മണിക്കൂറെല്ലാം വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലാവുമ്പം എന്താ പറയുക, തല വെക്കുമ്പം കുറച്ചധികം സമയം വെക്കണം. നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തല അവർ ആളയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് വേഗം കൊണ്ടു കൊടുക്കലാണ്, ഉപ്പങ്ങനെ തലയിലേക്ക് കൊണ്ടു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും വീഡിയോ ആയിട്ട് വരാം. ഷോപ്പിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.